നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച ജൂൺ 15 ആണ് മിഥുനം 1. ഈ മിഥുനമാസത്തോടു കൂടി 8 രാശികളിലായി വരുന്ന 20 നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ് വരുന്നത്. ഇവർക്ക് ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന രാശികൾ ആക്റ്റീവായി മാറുന്നതാണ്. ഈ നക്ഷത്രക്കാരാണ് ആക്റ്റീവ് അല്ലാതെ പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ളതായാലും ജോലിപരമായിട്ടുള്ളതായാലും അല്ലാതെയുള്ള ശാരീരിക പ്രശ്നം അങ്ങനെ പല രീതിയിൽ ആക്റ്റീവ് അല്ലാതെ കിടന്ന പല ഈ നക്ഷത്രക്കാർക്ക് ആക്റ്റീവ് ആകാനുള്ള ഒരു സമയമാണ്. ഇവർക്ക് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വരുന്ന ഏറ്റവും നല്ല സമയം എന്ന് വേണം ഇതിനെ പറയാൻ. ഇതിൽ 3 നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗമുണ്ട്. ഇത് കോടി ലഭിക്കുമെന്നല്ല, സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കോടീശ്വര യോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇതിൽ പെടുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭാഗ്യം വരുന്ന ആദ്യത്തെ നക്ഷത്രങ്ങൾ പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം, നാളുകാറാണ് ഇതിൽപ്പെടുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത്. ഇവരുടെ ധനസ്ഥാനത്താണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏറ്റവും അനുകൂലമായ ഭാഗത്ത് തന്നെയാണ്, ധനസ്ഥാനത്ത് തന്നെയാണ്. ഇതുപോലെ കർമ്മസ്ഥാനത്തും. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന്, നിങ്ങൾ ഏത് ജോലിയിലാണോ, ഏത് കർമ്മ മണ്ഡലമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ദാമ്പത്യത്തിൽ പല പ്രശ്നങ്ങളും വിള്ളലുകളും സ്വരച്ചേർച്ചകളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുന്നതാണ്. വൻ സമ്പത്ത് നിങ്ങളെ തേടി വരും എന്ന് വെച്ചാൽ കോടീശ്വരനാക്കും എന്നല്ല. കോടീശ്വര യോഗം എന്ന് പറയുമ്പോൾ കോടികൾ ഈ ഇത്ര നാളിനുള്ളിൽ കൈവരുമെന്നല്ല. സാമ്പത്തികമായി പ്രതീക്ഷിക്കാത്ത പല മേഖലകളിൽ നിന്നും നമ്മളിലേക്ക് സമ്പത്ത് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് മുൻപ് ചെയ്ത പല പ്രവൃത്തികളിൽ നിന്നുമായിരിക്കും. ചിലപ്പോൾ മുന്നേ ചെയ്ത പല വർക്കുകളുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടാതിരിക്കുന്നതൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചോദിച്ച് മടുത്തതിന് ശേഷം അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചില ആളുകൾ വലിയ ഹ്യൂജ് എമൗണ്ടുകളൊക്കെ ആയിരിക്കും ചിലവർക്ക്. അങ്ങനെയുള്ള എമൗണ്ടൊക്കെ ഉള്ളത് തിരിച്ച് കിട്ടാനും, നമ്മൾ ചെയ്ത ജോലിയുടെ ഫലമാണ്, വേതനമാണ്, നമ്മൾ കിട്ടിയേ തീരൂ. അപ്പോൾ നല്ലൊരു സമയം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളിലേക്ക് പെൻഡിങ് ആയി കിടന്ന നമ്മുടെ തന്നെ തുകകൾ പലയിടത്തും പെൻഡിങ് ആയി കിടന്നത് നമ്മളിലേക്ക് എത്തുകയും അതുമൂലം തന്നെ അത് സാമ്പത്തിക ഉയർച്ചയിലേക്കും അതുമാത്രമല്ല പല വഴികളിൽ നിന്നും സാമ്പത്തിക സോഴ്സുകൾ നമ്മളിലേക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. അടുത്ത നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം ഇവയാണ്. ഇവർക്ക് മിഥുനം 10 മുതൽ പുതിയ ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ നല്ല സമയമാണ്. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ്. തുടക്കത്തിൽ ധനപരമായി അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് അത് അഭിവൃദ്ധിയിലേക്ക് തന്നെ എത്തപ്പെടും. അതുകൊണ്ട് പേടിക്കുക വേണ്ട, അഭിവൃദ്ധിയിലേക്ക് തന്നെയാണ് നിങ്ങൾ എത്താൻ പോകുന്നത്. വിദേശ വിനിമയ പല രീതിയിലുള്ള വിദേശമായി ജോലി ചെയ്യുന്നവർക്കും പണമിടപാടുകൾ നടത്തുന്നവർക്കും അതുപോലെ ചിട്ടി മാർക്കറ്റിംഗ് അങ്ങനെയൊക്കെ നടത്തുന്ന ആളുകൾക്കും നല്ല സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉന്നത സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും ഒക്കെ ലഭിക്കുന്ന സമയം. സമ്മാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പല മേഖലയിൽ നിന്ന് അനുമോദനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സ്ഥിര വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇരട്ടിയിൽ വരുമാനം ലഭിക്കുന്നതാണ്. അതായത് ജോലിയിൽ തന്നെ നിങ്ങളുടെ കഴിവ്, നിങ്ങൾ എത്രത്തോളം ആക്റ്റീവാണ് എന്നത് കണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാസമായിട്ടുള്ള റവന്യൂ കൂടുതലായിട്ട് ലഭിക്കാനും, അപ്പോൾ സാമ്പത്തികമായ ഒരു ഉയർച്ചയിലേക്കും ജോലിയിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യം കിട്ടാൻ പോകുന്നത്. അതുപോലെ ക്രയവിക്രയങ്ങളിലെല്ലാം നിങ്ങൾക്ക് നല്ല ഒരു ഗുണഫലമായ കാര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തികമായി നല്ല ഉന്നതിയാണ് നിങ്ങൾക്കും ലഭിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നിവയാണ്. അപ്പോൾ ഇത്തരക്കാർ ആരോഗ്യ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഭക്ഷണമൊക്കെ കറക്റ്റ് സമയങ്ങളിൽ കഴിക്കുക, വെള്ളം ധാരാളമായി കുടിക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ ഒന്ന് നിർത്തി വെള്ളം ധാരാളമായി കുടിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ആഹാരത്തിൻ്റെ കാര്യം കഴിവതും ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കണം. നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഈ സമ്പത്ത് നമുക്ക് നേടിയെടുക്കാനേ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാളത്തെ നമ്മുടെ തലമുറയ്ക്കായി എന്തെങ്കിലും കരുതി വെക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ കുടുംബ ജീവിതത്തിൽ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചെറിയൊരു സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് കരുതലോടുകൂടി വേണം
പ്രയോഗിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാമ്പത്തികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ജോലിസ്ഥലത്ത് പല രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും. ഇതുവരെ ചിലപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്ത് പിന്നിൽ നിന്ന് കുത്തുന്ന ആളുകളെ ആയിരിക്കും നിങ്ങൾ കണ്ടത്. പക്ഷേ അവർ തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ പോസിറ്റിവിറ്റി കണ്ട് നിങ്ങളിലേക്ക് എത്തി നിങ്ങൾക്ക് തന്നെ അവർ പല രീതിയിലും സഹായമായി മാറുന്നതായിരിക്കും. കുടുംബജീവിതത്തിൽ സമാധാനം നിറയുന്നതായിരിക്കും. അതുപോലെ തുടങ്ങി വെച്ച സംരംഭങ്ങൾ, അതായത് ചില വീട് പണികളൊക്കെ തുടങ്ങി പാതി വഴിയിൽ പൂർത്തിയാക്കാതെ വിഷമഘട്ടത്തിൽ സമ്പത്തിൻ്റെതായിട്ടുള്ള കുറവുകൾ കൊണ്ട് അത് പകുതി ഒരു ഘട്ടത്തിലൊക്കെ ആക്കി നിർത്തിയിരിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. സാമ്പത്തികമായി ആ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി മുന്നോട്ട് തുടരാനായിട്ട് സാധിക്കുന്ന നല്ലൊരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അടുത്തത് കന്നി രാശിയായ ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര എന്നിവയാണ്. ഇവർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏറെക്കുറെ അനുകൂലമായ സമയമാണ്. കന്നിരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ആദികൾ ഉപേക്ഷിക്കുക. ഇതുവരെ ഞാൻ ഇങ്ങനെയായിരുന്നു, ഇതുവരെ എനിക്കൊന്നും നല്ലതുണ്ടായിട്ടില്ലല്ലോ, ഇനി എനിക്കിങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു ആദി നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഉപേക്ഷിച്ചോളാനാണ് പറയുന്നത്. കാരണം ഇന്നലെ വരെ ഞാൻ ഇങ്ങനെയായിരുന്നു, നാളെ എനിക്ക് എന്തുകൊണ്ട് മറ്റേ വേറെ രീതിയിലോട്ട് മാറാൻ കഴിയത്തില്ല? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇന്നലെ വരെ ഞാൻ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കഴിഞ്ഞു. നാളെ ഭഗവാനല്ലേ ഉള്ളത്. അദ്ദേഹം നാളെ നിങ്ങളെ കുചേലനായിരുന്നു നിങ്ങളെ കുബേരനാക്കാൻ അദ്ദേഹത്തിനല്ലാതെ പിന്നെ ആർക്കാ സാധിക്കുന്നത്? അപ്പോൾ ആദി മുഖേന ഉണ്ടാകുന്ന വ്യാധികളൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട്. അല്ലാതെ അസുഖങ്ങളൊന്നുമല്ല നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആദ്യമേ ഉപേക്ഷിക്കുക. അതുപോലെ എതിരാളികൾ കാരണം ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. പിന്നെ എന്തിനാണ് അതിൻ്റെ ഒരാവശ്യവുമില്ല. കൂടുന്നതിനനുസരിച്ച് വ്യാധികൾ കൂടുകയും മരുന്നിൻ്റെ പുറകെ നടക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കരുത്. സ്വയം തന്നെ ആദികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതാണ്. കാരണം നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പുതിയ ബന്ധങ്ങളൊക്കെ വന്നു ചേരും. അതായത് സാമ്പത്തികമായി നമ്മളെ സഹായിക്കത്തക്കുള്ള, അതായത് നമ്മൾക്ക് അല്ലെങ്കിൽ തന്നെ ജോലി ചെയ്യുന്ന മേഖലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമ്പത്ത് നമ്മൾക്ക് ലഭിക്കും. അല്ലാതുള്ള നമ്മളെ സഹായിക്കാൻ, സമ്പത്ത് കൊണ്ടായാലും നല്ല വാക്കുകൾ കൊണ്ടായാലും സഹായിക്കാനുള്ള പുതിയ കൂട്ടുകെട്ടുകൾ നമ്മൾ ഉടലെടുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ വിദേശത്ത് പഠിക്കാൻ പോകാനിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വിദേശ പഠനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. ദാമ്പത്യത്തിൽ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ്. അടുത്തതായിട്ട് വൃശ്ചികം രാശിയാണ്. ഇതിൽപ്പെടുന്ന വിശാഖം, കാല, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് സന്തോഷവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരാൻ പോകുന്നതാണ്. കർമ്മ മേഖല കാരണം നിങ്ങൾക്ക് ധനം നേട്ടം ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ ബന്ധം ശക്തിയായി തന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് ഇത് വിവാഹത്തിലെത്താനുള്ള യോഗം കാണുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട ആളുകൾ കുടുംബപരമായ അല്ലെങ്കിൽ പാരൻസ് അതിന് സമ്മതിക്കാതിരുന്നവർക്കെല്ലാം ഒരു സന്തോഷ വാർത്ത അവർ സമ്മതിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയുമായി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ പങ്കാളികൾക്കിടയിൽ, വിവാഹം കഴിച്ചവർക്ക് ഇടയിലാണ് ആകർഷണം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളോടുകൂടി ജോലി ചെയ്യുവാനും, ബന്ധുക്കൾ പുറത്തൊക്കെ വിദേശത്ത് പോകാനൊക്കെ ഇരിക്കുന്നവർക്ക് ഫാമിലിയോടൊപ്പം വിദേശത്ത് പോയി ഫാമിലി വിസയോടുകൂടി അവിടെ പോയി വിദേശത്ത് പോയി സന്തോഷമായി കുടുംബസമേതം ജീവിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കച്ചവടം, ഷെയർ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ പല മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സാമ്പത്തികമായി വളരെ ഉയർച്ച നേടാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രങ്ങൾ മകരം രാശിയിലെ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം. ഇവർക്ക് ജോലിയിൽ വിചാരിച്ച ഉയർച്ചയും ഫലവും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ്. സമാധാനം ഇല്ലാതെയൊക്കെ വലഞ്ഞുകൊണ്ടിരുന്ന നക്ഷത്രക്കാർ വിഷമിക്കേണ്ട. സമാധാനമായ ഒരു കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് സംജാതമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് ഉണ്ടാകുന്ന ചില അപാകതകൾ അതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മ മേഖലയിൽ നിന്ന് തന്നെ ഉയർച്ച ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെ ഉയർച്ചയിലെത്താൻ കഴിയുന്ന ദിനങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. കുംഭൻ രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരിട്ടാതി, മുക്കാൽ നക്ഷത്ര ജാതർക്ക് കർമ്മമേഖലയിലെ തടസ്സങ്ങൾ മാറി ഉയർച്ച കൈവരുന്ന സമയമാണ്. അതായത് കർമ്മമേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ കർമ്മമേഖല. ആ കർമ്മമേഖലയിൽ വളരെ തടസ്സങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ കുറച്ച് നാളുകളായി ആ തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്. ഭാഗ്യം നിങ്ങൾക്ക് തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു.
നല്ല പുരോഗതിയാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് വരാൻ പോകുന്ന. ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസുകൾ ഉള്ളതാണ് ലൈഫ്. പക്ഷേ നിങ്ങൾക്ക് ഡൗൺസ് മാത്രമേ ഉള്ളൂ, മുകളിലോട്ടുള്ള ഒരു ജീവിതം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വിഷമങ്ങളിൽ നിന്നൊക്കെ മാറി മുന്നോട്ടുള്ള ജീവിതം സാമ്പത്തികപരമായും ആരോഗ്യപരമായും നല്ല ഊർജ്ജത്തോടെ ആർജവത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ ശ്രവിക്കാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള സമയം കൂടിയാണിത്. അടുത്ത നക്ഷത്രം മീനൻ രാശിയിൽപ്പെടുന്ന പൂരുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ്. ഇവർക്ക് ദാമ്പത്യം അത്ര നല്ലതാകില്ല. അപ്പോൾ ചില വിട്ടുവീഴ്ചകളും പെട്ടെന്ന് എന്തെങ്കിലും വാക്കുകൾ സംസാരിക്കുമ്പോൾ ഉടനെ വഴക്കിലേക്കൊന്നും പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ചൊവ്വ ശനി ദൃഷ്ടി കാരണമാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാക്കുകളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ തമാശ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചില വഴക്കുകളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പങ്കാളിയുമായി സ്വരച്ചേർച്ച ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ പോകും. ഇത്ര സ്വരച്ചേർച്ചയിലാണെങ്കിൽ ഇത്ര ചില തമാശകൾ പറഞ്ഞു വന്നായിരിക്കും ചിലപ്പോൾ വാഗ്വാദത്തിലോട്ടും വഴക്കിലോട്ടും പിണക്കങ്ങളിലോട്ടും ഒക്കെ പോകുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലും മറ്റും ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഒരു കോടീശ്വര യോഗം തന്നെ നിങ്ങൾക്ക് ഭാവി ഈ വരുന്ന സമയങ്ങളിൽ വരാനുള്ള സാധ്യതയും വളരെ കാണുന്നുണ്ട്. മുന്നേ പറഞ്ഞിരുന്നു കോടീശ്വര യോഗം വരാൻ പോകുന്ന 3 നക്ഷത്രക്കാർ. അതിൽ മൂലം, പൂരാടം, ഉത്രാടം എന്നിവയാണ് വളരെ കോടീശ്വര യോഗം, വളരെ ഭാഗ്യങ്ങൾ തേടിയെത്താൻ പോകുന്ന ഈ നക്ഷത്രക്കാരെയാണ്. ഇവർക്ക് സാമ്പത്തികമായി ഏറെ ഉയർച്ചയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നവഗ്രഹ ദർശനം കൂടി നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇപ്പോൾ വരാൻ പോകുന്ന ഭാഗ്യത്തിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്ത് ഒന്നുകൂടി എനർജി കൊടുത്ത് വീണ്ടും നമ്മളിലേക്ക് അനുഗ്രഹമായി എത്തുന്നതിന് അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഗ്രഹദോഷങ്ങൾ മാറുന്നതിനും ഇത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകളെയൊക്കെ തടസ്സങ്ങളെയൊക്കെ മാറ്റി മുന്നോട്ട് പോകാനും ഇത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമസ്കാരം.